അപ്പോൾ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരുപോലെ എല്ലാവർക്കും ഫ്ലെക്സിബിളായ ഒരു വ്യക്തിത്വം ആയിരിക്കണമെന്നില്ല. അവർ പവർഫുള്ളായിട്ടുള്ള ലീഡറാണ്. ഇതുപോലെ പല സ്ഥലത്തുനിന്നും പല ലീഡേഴ്സിനെയും മറ്റ് ലീഡേഴ്സിനെ പോലും ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു എനർജി ഇവർക്കുണ്ട്. ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ, അദ്ദേഹത്തിൻ്റെ എനർജി വെച്ച് സച്ചിൻ ടെണ്ടുൽക്കർ സംഗീതം പഠിക്കാൻ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഒരിക്കലും അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിലെത്തില്ല. അതേപോലെ ഇപ്പം നമ്മുടെ യേശുദാസ് ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ടുണ്ട് അല്ലേ, എവിടെ എത്തുക? സുനിൽ സർ, ഒരു വ്യക്തി അയാളുടെ കരിയറും എഡ്യൂക്കേഷനും തിരഞ്ഞെടുക്കുന്നതിന് മുന്നേ നമുക്ക് ഈ ന്യൂമറോളജി പ്രകാരം അത് തിരഞ്ഞെടുക്കാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും. നമ്മൾക്ക് പൊതുവെ പറയാറുണ്ട്, നമ്മൾ ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ, അദ്ദേഹത്തിൻ്റെ എനർജി വെച്ച് സച്ചിൻ ടെണ്ടുൽക്കർ സംഗീതം പഠിക്കാൻ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഒരിക്കലും അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിലെത്തില്ല. അതേപോലെ ഇപ്പം നമ്മുടെ യേശുദാസ് ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ടുണ്ട് അല്ലേ, എവിടെ എത്തുക? അപ്പോൾ ഓരോരാളുടെയും ഡേറ്റ് ഓഫ് ബർത്ത് അവരുടെ എനർജിക്ക് അനുസരിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള സ്ഥലത്ത് എത്തിച്ചേരണം. എങ്കിലാണ് അവർക്കൊരു ഹൈ ലെവലിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുള്ളൂ. ഇതിപ്പോൾ അല്ലാതെ ആഗ്രഹം കൊണ്ട് ഇപ്പം സച്ചിൻ ടെണ്ടുൽക്കർ എനിക്ക് സംഗീതം തന്നെ പഠിക്കണം, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്, എനിക്ക് ക്രിക്കറ്റ് വേണ്ടാന്ന് നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ പറ്റുമായിരിക്കും, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അവരുടെ മുന്നേ പറക്കുന്ന പക്ഷികളുടെ അടുത്തേക്ക് പറന്നെത്താൻ നന്നായിട്ട് ബുദ്ധിമുട്ടും. കാരണം അതിലല്ല അവർക്ക് കഴിവുള്ളത്. അധ്വാനം കൊണ്ട് സാധിക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇനിയിപ്പോൾ ഈ പ്രേക്ഷകർ ഇത് കണ്ടിട്ട് ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എത്താം. പക്ഷേ നിങ്ങൾക്ക് ഇൻബിൽഡായിട്ട് ദൈവം തന്ന എനർജീസ് ഉണ്ട്. കൃത്യമായിട്ടുള്ള ഫീൽഡിലേക്കാണ് നിങ്ങൾ ഇറങ്ങുന്നതെങ്കിൽ മുന്നിലേ പോകുന്ന എല്ലാ പക്ഷിനെയും ബീറ്റ് ചെയ്ത് നിങ്ങൾ മുന്നിലേക്ക് പോകും. കാരണം നിങ്ങളുടെ എനർജി അതാണ് നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും എത്രമാത്രമാണ് ഒരാളുടെ ഡേറ്റ് ഓഫ് ബർത്തിനനുസരിച്ച് കാരിയർ തിരഞ്ഞെടുക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള പാതയിലാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമാകും. അപ്പോൾ നമുക്ക് ഡേറ്റ് ഓഫ് ബർത്തിൽ എല്ലാ കാര്യങ്ങളും നോക്കണം. ഇപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും വെച്ചുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല അല്ലേ. 1-ാം തീയതി ജനിച്ചവർ അത് 1 ടോട്ടൽ ചെയ്യുന്നത് വേറൊരു എനർജിയാണ്. അപ്പോൾ 1, 2 ചിലപ്പോൾ ആയിരിക്കാം, 1, 3. അപ്പോൾ 1ൻ്റെ തന്നെ 9 തരത്തിലുണ്ട്. 1, 8, 1, 9 അങ്ങനെ 9 തരത്തിൽ വരും. അതുപോലെ 2-നും അങ്ങനെ ടോട്ടലി 81 തരത്തിൽ വരും 9 വരെയുള്ള സംഖ്യകൾക്ക്. അപ്പോൾ അത് തേച്ചും പറയാൻ നമുക്ക് പറ്റില്ല. നമുക്ക് ആ ഒരു ബേസ് ആയിട്ടുള്ള കാര്യം വെച്ചിട്ട് അവരുടെ കൂടെ വേറെ എന്ത് എനർജിയാണ് ഉള്ളതെന്ന് അറിയില്ല. പക്ഷെ എന്നാലും അവരുടെ പേഴ്സണാലിറ്റി വെച്ചിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ 1 എന്നുള്ള എനർജി, അതായത് 1-ാം തീയതി ജനിച്ചവർ, 10-ാം തീയതി ജനിച്ചവർ, 19-ാം തീയതി ജനിച്ചവർ, 28-ാം തീയതി ജനിച്ചവർ, ഈ എനർജി സൂര്യൻ്റെ എനർജിയാണ്. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻബിൽഡ് ആയിട്ടുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. ലീഡർഷിപ്പ് അല്ലേ, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോഴാണല്ലോ ലീഡർ മുന്നോട്ട് വരിക. അപ്പോൾ ആ സമയത്ത് ഇവർക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും പരിഹരിക്കാൻ ഇവർ തന്നെ ഇറങ്ങേണ്ടി വരും. അപ്പോൾ ഇവർക്ക് ഒറ്റയ്ക്ക് തീരുമാനം എടുത്ത് ഒരു കാര്യത്തിനെ കൊണ്ടുപോകാൻ വേണ്ടി തീർച്ചയായിട്ടും പറ്റും. അത് കുറേ ഘടകങ്ങളുണ്ടെങ്കിലും ഈ 1 എന്ന പേഴ്സണാലിറ്റിക്ക് ലീഡർഷിപ്പ്, സ്വന്തമായിട്ട് ബിസിനസ്, പിന്നെ രാജാവുമായിട്ട് അടുത്ത ബിസിനസ്, അങ്ങനെ വേണം പറയാം. ഇപ്പം നമുക്ക് ഗവൺമെൻറ് ജോലി എന്ന് മറ്റൊരർത്ഥത്തിൽ പറയാം. ഗവൺമെൻറ് ജോബിൽ ഏതിലും പറ്റുന്ന ആൾക്കാരാണ്. പിന്നെ ബിസിനസ്സിന് വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇവർക്ക് പ്രത്യേകിച്ച് ഗുണം ഇരുമ്പ്, ഈ കുഴിച്ചെടുക്കുന്ന ലോഹങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏത് കാര്യവും നല്ലതാണ്. ഇരുമ്പ്, പിന്നെ അഗ്നി, ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ബിസിനസ്സിൽ ഇവർക്ക് ഹൈ ലെവലിൽ പോകാൻ വേണ്ടി പറ്റും. ഇവരുടെ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് ലീഡർ തന്നെ എവിടെയും നേതാവായി ഇരിക്കാനുള്ള ഒരു എനർജി ഉണ്ട്. അത് ഇനി രാഷ്ട്രീയത്തിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും ഇതെല്ലാം ഈ ഒരു കഴിവ് ഉണ്ട് എന്നുള്ളതാണ്. കാരണം കൂടെയുള്ളവർക്ക് എനർജി നൽകാൻ വേണ്ടി ഇവർക്ക് പറ്റും. ഒരു ടീം ഉണ്ടെങ്കിൽ ആ ടീമിനെ, ഇപ്പോൾ ഈവൻ ഒരു വീട്ടിലെ കുടുംബാംഗങ്ങളാണെങ്കിൽ പോലും അതിനെ ലീഡ് ചെയ്യാനുള്ള ഒരു എനർജി അവർക്കുള്ളതാണ്. ഇനി 2 എന്ന് പറയാം. ഞാൻ 2 എന്നതിന് ഒരുപാട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കലാകാരന്മാരുടെ എനർജി ആണ് എന്നുള്ളത്. ഇപ്പോൾ പ്രൊഫഷൻ നോക്കുമ്പോൾ അത് തന്നെ ഒരു പ്രൊഫഷൻ ആക്കാനുള്ള ഓപ്ഷനാണ് കലാരംഗം. തീർച്ചയായിട്ടും ഈ 2, 11, 20, 29 എന്നുള്ളവർക്ക് കലാരംഗം തീർച്ചയായിട്ടും നല്ലൊരു പ്രൊഫഷനാണ് അവർക്ക്. പിന്നെ കലാമൂല്യമുള്ള കാര്യങ്ങൾ, ഇപ്പം നമുക്ക് വെബ്സൈറ്റിൻ്റെ ഡിസൈനിങ് അല്ലേ, അതൊക്കെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ അതിലുണ്ട്. അപ്പോൾ അങ്ങനെ സുന്ദരമായിട്ടുള്ള സൃഷ്ടികൾ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആൾക്കാരാണ് ഈ 2 എന്നിട്ടുള്ള പൂർണ്ണചന്ദ്രൻ്റെ, അവർ എന്താ പറയുക, പൂർണ്ണചന്ദ്രനെ പോലെ ശോഭിക്കുന്നവരെന്നും പറയും. അതുപോലെ കലാമൂല്യമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ. പിന്നെ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി ഇവർക്ക് ഭയങ്കര ബെസ്റ്റാണ്. അതായത് മറ്റുള്ളവരെ അറിഞ്ഞ് മനസ്സിലാക്കി അവരുടെ കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിലും ഇവർക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആൾക്കാരാണ് ഈ 2 എന്നുള്ളത്. അതായത് മറ്റൊരാളുടെ കൂടെ, ഇത് ഞാൻ എപ്പോഴും 2 എന്നുള്ള സംഖ്യ പറയുമ്പോൾ പറയും 1 അല്ല, അത് 1ന്റെ കൂടെ 2. അപ്പോൾ 1ന്റെ കൂടെ കൂടി ചേർന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു നല്ല ഒരു സംഖ്യയാണ് 2 എന്നുള്ളത്. അവരുടെ പ്രൊഫഷനും അതുപോലെ തിരഞ്ഞെടുക്കാവുന്നതാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഇനി 3 ഗുരുവിൻ്റെ എനർജിയാണ്, അറിവ് നേടുന്നതാണ്. അപ്പോൾ ആദ്യം പറഞ്ഞ ആ വാക്ക് തന്നെ ഗുരുവാണ്. അധ്യാപനം ഒരു ഏറ്റവും നല്ല ഒരു അവരുടെ കരിയറായിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ പിന്നെ മറ്റുള്ള നിയമോപദേശകൻ, നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ഇവർക്ക് നല്ലതാണ്. പിന്നെ ഇവർക്ക് മറ്റൊരു ക്വാളിറ്റി ഉള്ളത് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ 2ന്റെ കാര്യം 2ൻ്റെത് കലാമൂല്യം കൂടുതലാണെങ്കിൽ ഇതിൽ ക്രിയേറ്റീവ്, രണ്ടും അടുത്തടുത്തിരിക്കുന്ന എനർജിയാണ്, പക്ഷെ പുതിയ കാര്യങ്ങൾ സൃഷ്ടിക്കാൻ ഇവർക്ക് ഉണ്ട്. അതുപോലെ മറ്റുള്ളവരെ ഉപദേശിക്കാൻ, അത് ഞാൻ പറഞ്ഞു ഇല്ലല്ലോ, മറ്റുള്ളവർക്ക് ഉപദേശം നൽകാൻ ഇവർക്ക് ബെസ്റ്റായിട്ടുള്ള അറിവുണ്ട്. അതിൽ തന്നെയാണ് ഈ ഗുരു എന്ന് അതായത് മാസ്റ്ററായിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എനർജി എന്ന് പറയാം. 4 എന്ന് പറഞ്ഞാൽ രാഹുവിൻ്റെ എനർജി. ഞാൻ പറഞ്ഞല്ലോ, മുമ്പ് പറഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് രഹസ്യ സ്വഭാവങ്ങൾ തേച്ചും മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഉണ്ട്. തീർച്ചയായിട്ടും ഇവർക്ക് ലോജിക്കലായിട്ടുള്ള കഴിവും ഭയങ്കര കൂടുതലാണ്. എല്ലാറ്റിനെ കുറിച്ചിട്ടും അതിൻ്റെ ഒരു ലോജിക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ അവർക്ക് പ്രൊഫഷൻ നോക്കുകയാണെങ്കിൽ HR മേഖലയിൽ, അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ ഇവരെ പോലെ ബെസ്റ്റായിട്ട് വേറെ ആരുമില്ല. അതുപോലെ നിയമങ്ങൾ കൈകാര്യം ചെയ്യാൻ, അതുപോലെ സംസാരം, അവർ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നന്നായിട്ട് അവർക്ക് സംസാരിക്കാൻ പറ്റും. ചിലപ്പോൾ അത് അഗ്രസീവ് ആകാൻ സാധ്യത ഉള്ള ഒരു എനർജി കൂടിയാണ്. അപ്പോൾ സംസാരം അവർക്ക് ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ അത് ഒഴിവാക്കാനും പറ്റില്ല. അവരുടെ ജീവിത മാർഗവും ഒരുപക്ഷെ സംസാരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതാണ് അവർക്ക് പറ്റുന്ന നിയമങ്ങളും അഡ്മിനിസ്ട്രേഷൻ ലെവൽ എല്ലാം അവർക്ക് പറ്റും. പിന്നെ 5 എന്നുള്ള എനർജി, 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുധൻ്റെ എനർജിയാണ്. ബുധനെ അറിവ് എന്ന് നമ്മൾ പറയും. ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് മനസ്സിലാക്കിയെടുക്കാൻ ഒരുപാട് അറിവുള്ള ആൾക്കാരുമായിരിക്കും. പിന്നെ ഇവരുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് മാസ്റ്റർ ആകാം, മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവരാകാം, കാരണം ഇത്രയും അറിവുള്ളവരാണല്ലോ. പിന്നെ യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ടൂറിസവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവർക്ക് പോവുകയാണെങ്കിൽ ഉയരങ്ങളിലേക്ക് എത്തും. അതുപോലെ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി ഇവർക്കും പറ്റും. പിന്നെ പ്രത്യേകിച്ച് മെഡിക്കൽ വിഭാഗത്തിൽ ഇവർക്ക് പറ്റും. ഇനി നമുക്ക് 6ലേക്ക് പോവാം. 6 എന്ന് പറയുമ്പോൾ ശുക്രൻ്റെ എനർജിയാണ്. ലക്ഷറി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അവർക്ക്. അതായത് നമുക്ക് ബേസിക് തിങ്സ് അല്ല, നമുക്ക് ബേസ് അല്ലാത്ത, നമുക്ക് ലക്ഷറി ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ സ്പ്രേ, ഒരു മനുഷ്യ ശരീരത്തിനെ വെച്ച് നല്ല ആഡംബരമായിട്ടുള്ള വസ്ത്രങ്ങൾ, ഇനി വീടിനെ സംബന്ധിച്ചിടത്തോളം വീടിനും ആഡംബരമായിട്ടുള്ള കാര്യങ്ങൾ, എന്താണ് മോടി കൂട്ടാൻ വേണ്ടി, ഇതിൻ്റെയൊക്കെ ബിസിനസ് ഇവർക്ക് നന്നായി പറ്റും. ഒപ്പം കലാരംഗവും ഇവർക്ക് കരിയറായിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടി പറ്റും. ഇനി 7 കേതുവിൻ്റെ എനർജി. കേതുവിൻ്റെ എനർജി കുറേ കൂടി സ്പിരിച്വൽ ആയിട്ടുള്ള ലെവലിൽ പോവുകയാണെങ്കിൽ ഇവർക്ക് ഒരുപാട്, അതായത് 7-ാം തീയതി ജനിച്ചവർ, 16-ാം തീയതി ജനിച്ചവർ, 25-ാം തീയതി ജനിച്ചവർ. അപ്പോൾ ഇത് സ്പിരിച്വലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതും ആ ലെവലിൽ അവർക്ക് പോകും. പിന്നെ കലാമൂല്യമുള്ള കാര്യങ്ങൾ ഇവർക്ക് ഒരുപാട് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇവർക്ക് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിലും ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാൻ വേണ്ടി പറ്റുന്ന എനർജി തന്നെയാണ് 7. പിന്നെ കലാരംഗം ഞാൻ പറഞ്ഞായിരുന്നു, കലാരംഗത്തിൽ ഇവർക്ക് ഏറ്റവും മികച്ച ഒരു കഴിവുള്ള ആൾക്കാർ തന്നെയാണ്. ഇനി 8 ശനിയുടെ എനർജി. ഞാൻ പറഞ്ഞല്ലോ, ശരിയും തെറ്റും എപ്പോഴും നോക്കുന്ന അവരാണ്. അപ്പോൾ ഇവര് ഒരു പവർഫുൾ ആയിട്ടുള്ള ലീഡർ കൂടിയാണ് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പം ഒരു വലിയ ഒരു സിനിമ, അതിനെ ഒരു സ്ഥലത്തായിരിക്കും നമുക്ക് അല്ലെ ആർട്ടിസ്റ്റിനെ കൊണ്ടുവരേണ്ടത്, പിന്നെ അവരുടെ മേക്കപ്പ്, പിന്നെ കലാ മൂല്യമുള്ളത്, അതിൻ്റെ ക്യാമറാമാൻ, അങ്ങനെയുള്ള പല ഘടകങ്ങളിലുള്ളവരെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു വലിയ കാര്യങ്ങൾ സൃഷ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള എനർജിയാണ് 8 എന്നുള്ളത്. അപ്പോൾ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരുപോലെ എല്ലാവർക്കും ഫ്ലെക്സിബിളായ ഒരു വ്യക്തിത്വം ആയിരിക്കണമെന്നില്ല. അവർ പവർഫുൾ ആയിട്ടുള്ള ലീഡറാണ്. ഇതുപോലെ പല സ്ഥലത്തുനിന്നും പല ലീഡേഴ്സിനെയും മറ്റ് ലീഡേഴ്സിനെ പോലും ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു എനർജി ഇവർക്കുണ്ട്. അപ്പോൾ അത് 8ൻ്റെ ഒരു ഗുണമായിട്ട് പറയാം. പക്ഷെ അവർക്ക് സ്ട്രഗിളിങ്ങും വരാൻ സാധ്യതയുള്ള ഒരു എനർജിയാണ്. അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു എനർജി. പിന്നെ 9 എന്നുള്ളത്, 9 എന്ന് പറയുമ്പോൾ കാരിയർ ലെവലിലേക്ക്, അപ്പോൾ 8 എന്ന് പറയുമ്പോൾ അതിൻ്റെ കാരിയർ ലെവൽ ഏത് ലെവലിലും മാനേജ്മെൻറ്റ് ക്വാളിറ്റി ഉള്ള ആൾക്കാരാണ് എന്നാണ് പറയേണ്ടത്. നിയമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അവർക്ക് ഉയരങ്ങളിലേക്ക് പോകും. ഇനി 9ലേക്ക് വരുമ്പോൾ
ആദ്യം തന്നെ ഡിഫൻസ് മേഖലയാണ്. അവർക്ക് ബോഡി അടക്കം ആക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉയരങ്ങളിലേക്ക് പോകാൻ വേണ്ടി പറ്റും. ഒപ്പം മനുഷ്യത്വപരമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുക, അങ്ങനെയൊക്കെ ഉള്ളവരിലും ചാരിറ്റി അതൊക്കെ പറ്റും. അതുപോലെ ഈ അപകടങ്ങളിലൊക്കെ പറ്റിയവരെ രക്ഷിക്കുക എന്ന പരിപാടി, ഇതൊക്കെ ഇവർക്ക് മികച്ച ഒരു കാരിയറായിട്ട് തിരഞ്ഞെടുക്കാം. ഇവർക്ക് പ്രധാനപ്പെട്ടതും ഇത് തന്നെ, ഡിഫൻസ് മേഖല തന്നെ. പിന്നെ ഇപ്പം ജിം അല്ലെങ്കിൽ സ്പോർട്സ് മേഖലകളിലും ഇവർക്ക് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാം. അതായത് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി, ബോഡി അടക്കം ആക്റ്റീവ് ആക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന മേഖലകളിലൊക്കെ ഇവർക്ക് തിളങ്ങാൻ പറ്റും എന്നുള്ളതാണ്. അതാണ് ഈ 1 മുതൽ 9 വരെയുള്ള സംഖ്യകളെ കുറിച്ചിട്ട് നമ്മൾ ഏകദേശം മാത്രമേ സൂചിപ്പിച്ചിട്ടുള്ളൂ. വിശദമായിട്ട് നമുക്ക് പിന്നീട് വേണമെങ്കിൽ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഓക്കെ, നന്ദി. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം, സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.